ലഭിച്ചതിന് ഞാൻ ഏതോ കാലത്ത് ഞാനോ അല്ലെങ്കിൽ എൻ്റെ പൂർവ്വപിതാക്കന്മാരോ നന്മ ചെയ്തുകൊണ്ടായി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. PMG നമ്പൂതിരി സാറിനെ കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് ഈ ശ്രീധര മാഷിൽ നിന്നല്ല. ഞാൻ യാഥാസ്ഥ എന്ന പുസ്തകം 1921 തൊട്ട് 1947 വരെയുള്ള പാലക്കാടിൻ്റെ ചരിത്രം പറയുന്ന ഒരു നോവലാണ്. അപ്പോൾ ജാതീയതയായിട്ട് ഏറ്റുമുട്ടിയ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മളുടെ മാത്തുചുങ്കമെന്ന് അവിടെ ആ സ്ഥലത്ത് ഈ ഒരു നായാടി സ്ത്രീയെ കുടിച്ച് അരടി പൂക്കളൊക്കെ ചൂടിച്ചുകൊണ്ട് ഈ ക്ഷേത്രപ്രവേശനം നടത്തിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഇപ്പം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആണ് എനിക്ക് ശ്രീ PMG നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അഞ്ചുമുട്ടി ഈ കുളത്തിൽ കുളിപ്പിക്കലും ഈ ക്ഷേത്രപ്രവേശനമൊക്കെ നടത്തിയതിൽ എനിക്ക് ആ പേര് ഞാനൊന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാഥാസ്ഥിതിൻ്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്ക് ഒരു പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് സരതമണിയിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് ഒരു ചരിത്ര നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. പാലക്കാട് ഇങ്ങനെയായത് മഹിത ജന്മങ്ങളുടെ ഒരു നിശബ്ദ പ്രവർത്തനം, ശബ്ദപ്രവർത്തനം കൊണ്ടാണ്. പക്ഷെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്താതെ പോവുകയും വെറും ഹിംസാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സൊസൈറ്റിയെ ഡയലറ്റിക്സ് രീതിയിലൂടെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഒരു സംയോജിത സിദ്ധാന്തത്തിനനുസരിച്ചും നമ്മളുടെ നാട്യശാസ്ത്രം അനുസരിച്ചും കാരണം ഈ സംസ്കാരത്തിൻ്റെ ഊന്നിയുള്ള സാധാരണ ജനങ്ങളും കൂടി ഒത്തൊരുമിക്കുന്ന ഒരു പാലക്കാടിനെ കുറിച്ച് ആരും എഴുതുന്നില്ല. ഞാൻ എഴുതിയിട്ടുണ്ട്, അത് വിജയിച്ചോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ ഘട്ടത്തിൽ ഈ പുസ്തകം തിരഞ്ഞെടുത്തതിന് ഇപ്പം നമ്മൾ മതനിരപേക്ഷത എന്നൊക്കെ പറയും. എത്ര പ്രാവശ്യം എവിടെ വെച്ചും ആൾക്കാർ ഉദ്ഘോഷിക്കുന്നതാണ്. ഇത് സംശയമാണ്. അതായത് എൻ്റെ മാത്രം ശരി, മറ്റുള്ളവരുടെയൊക്കെ തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ രേഖപ്പെടുത്തുക പോലും ചെയ്യാത്ത രീതിയിൽ നമ്മൾ അയച്ചതാണ്. ഈ പുസ്തകം ബൈബിളിലുള്ള ഉൽപ്പത്തി പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാനിത് സമീപിച്ചിരിക്കുന്നത്. എൻ്റെ 6 വർഷത്തെ ബൈബിൾ ഗവേഷണമാണ്. ബൈബിൾ ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനെ അന്വേഷിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് നമ്മളുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും എനിക്ക് വീണ്ടും വായിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ശകുനശാസ്ത്രത്തിൽ വരുന്ന സമയത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് ഗ്രീക്ക്, റോം, ഈജിപ്റ്റ്, ഇന്ത്യ ഈ 4 രാജ്യങ്ങളിൽ ജ്യോതിഷം വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ അക്കാലത്ത് 3ാം സ്ഥാനം ഇന്ത്യക്കുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ മാത്രമേ അത് അവശേഷിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ക്രിയാ പദ്ധതികൾ അനുസരിച്ച് ക്രിയാ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സംസ്കാരങ്ങളുടെ തട്ടിക്കയറ്റത്തില് അവരുടെ ഇന്ന് നഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ അത് വളരെ പവിത്രമായിട്ട് ഒരു വിഭാഗം സൂക്ഷിച്ചു. അങ്ങനെ എന്തിനും ഒരു ക്രിയാ പദ്ധതി വേണം. ഇത് പ്രതീകവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഒരു ക്രിയാ പദ്ധതി ഭാരതത്തിൽ അവശേഷിച്ചുകൊണ്ടാണ് മറ്റു 3 രാജ്യങ്ങളിൽ മറ്റ് ഫിലോസഫികൾ വന്നപ്പോൾ അത് തള്ളപ്പെടുകയും ഭാരതത്തിൽ അത് പരിപ്രാപ്തിയിലെത്തുകയും ചെയ്തു. ഇതില്ലാത്തൊരു ഇന്ത്യക്ക് ആത്മാവില്ല എന്ന് ഞാൻ പറയാം. ഇല്ലാത്തൊരു ഇന്ത്യക്ക് ആത്മാവില്ല. അപ്പോൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഞാനിത് രചന നടത്തുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രത്തിൽ ഹമ്മുറാബിയുടെ കാലഘട്ടത്തിൽ ഇറാഖിന്റെ ബാബിലോണിയൻസ് ഒക്കെ ആ കാലഘട്ടത്തിലാണ് ഇതിന്റെ കഥയുടെ പൊരുൾ തുടങ്ങുന്നത്. അപ്പൊ രേഖപ്പെടുത്ത കരിബൻ പരങ്ങളിൽ നോക്കുന്ന സമയത്ത് ഏകദേശം ഹമ്മുറാബിയുടെ ഇറാഖിന്റെ കാലഘട്ടമാണ്. അപ്പൊ അവിടെ നോക്കിയപ്പോൾ നമുക്ക് ഇന്ന് നിലവിൽ നിൽക്കുന്ന സംസ്കാരങ്ങളിൽ നദീതട സംസ്കാരങ്ങളാണ് ഈ കൃതികൾ മുഴുവൻ. ആരുടെ ഏത് മതത്തിന്റെ ആയാലും ഏത് ദേശത്തിന്റെ ആയാലും. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ മെസോപ്പൊട്ടാമിയൻ സംസ്കാരത്തിന് യൂഫ്രട്ടീസും ടൈഗ്രീസും അവിടെ നിന്ന് തുടങ്ങി ഈ കഥ പശ്ചാത്തലം തുടങ്ങി. പിന്നെ നമ്മുടെ യോർദാന്റെ തീരത്തിൽ വരുന്നു, ഇസ്രയേലിൽ വരുന്നു, പിന്നെ നൈലിന്റെ തീരത്തിൽ വരുന്നു, ഈജിപ്തിൽ വരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലായത് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോ സിന്ധു നദികളുടെ സംസ്കാരം ആ കാലത്ത് തന്നെയാണ്. അപ്പൊ അവിടുത്തെ മദർ കൾട്ടിന്റെയും അല്ലെങ്കിൽ മറ്റു നിലവിലുള്ള സമ്പ്രദായങ്ങളൊക്കെ
നോക്കുന്ന സമയത്ത് ഈ ആ യാത്രയില് ഇന്ത്യൻ നമ്മുടെ സിന്ധുനദീതട സംസ്കാരം ഇല്ലെങ്കിലും അവരുടെ ജീവിതക്രമം ഈ നാല് നദീതീരത്തുള്ള ആൾക്കാരുടെ ഏകദേശം ഒന്ന് തന്നെയാണ്. അതിലൊരു പറഞ്ഞാൽ യഹൂദന്മാരുടെ ബലിക്കല്ല് വരുന്നതും നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിൽ വയ്ക്കുന്ന ബലിത്തറിയുണ്ടല്ലോ, അതിന്റെ സ്കെച്ച് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സ്കെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഞാനിവിടെ അമ്പലത്തിന്റെ അടുത്തേക്ക് സ്ഥലമുണ്ടായിരുന്നു, എത്ര ലാമിഷ് അമ്പലത്തിന്റെ തൊട്ട്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ നോക്കി തുടങ്ങിയത് ഒരേ അളവില്, അത് താന്ത്രികമായിട്ടും ഒരേ അളവാണ്. യഹൂദന്മാരുടെ ആ കാലത്ത് ബലിയർപ്പിച്ചിരുന്ന അതിന്റെ ഒരേ അളവുകളാണ്. അപ്പോൾ ഇത് ആ കാലഘട്ടത്തെ നദീതട സംസ്കാരത്തിൽ നിന്ന് ജന്യമായിട്ടുള്ള മതങ്ങളും ആശയങ്ങളാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. അതിനുശേഷം വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പ്രശ്നാധിഷ്ഠിതമാണ്, അവർക്ക് ആശയങ്ങൾ കുറവാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ അവിടെ ചാരി കീറിയെടുത്ത ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിനെ അംഗീകരിക്കേണ്ട പ്രശ്നം ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ട്രസ്റ്റ്, ഈ PMG നമ്പൂരി സാറിന്റെ പേരിലുള്ള ഈ ട്രസ്റ്റ് നോക്കുമ്പോൾ എല്ലാം നമ്പൂരിമാരാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് ബൈബിളിന്റെ പുസ്തകത്തിന്റെ ഇതിന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. മതേതരം പറഞ്ഞാൽ പോരാ, ഇത് അതുകൊണ്ട് വായിക്കാൻ ഇത് ചെയ്യണം. ഞാൻ ഈ പുസ്തകമായ എൻ്റെ കൂട്ടുകാരൻ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ മറ്റൊരു ചിലപ്പതികാരം ആൾ സ്വീകരിച്ചു വയനാട്ടില്. അപ്പൊ വളരെ ഇതായിട്ട് വന്നു. രണ്ടാമത് യാക്കോബിന്റെ പുസ്തകം അയച്ചു കഴിഞ്ഞപ്പോ ആ വിപ്ലവകാരി പറഞ്ഞതെന്നറിയും, ഞങ്ങൾക്ക് ഇങ്ങനെ ബൈബിളിന്റെ കാര്യമൊന്നും താല്പര്യമില്ല, ഇനി ഇങ്ങനത്തെ അയക്കായിരുന്നു.